ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് കുറച്ചധികം മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനും പിന്നെ ഇതുപോലെ പിക്കിളൊക്കെ ഉണ്ടാക്കാനൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വരുത്, ലൈക്കും കൂടി ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ എന്താ പറയുക, ഞാൻ കൗണ്ടർ ടോപ്പുമ്മേ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മീനൊക്കെ നന്നാക്കിയതിന് ശേഷം കഴുകിയതിന് ശേഷം എടുത്ത് വെക്കാനുള്ള ഫ്രീസറിലേക്ക് വെക്കാനുള്ള കണ്ടെയ്നേഴ്സും എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ കബോർഡൊക്കെ തുറന്നിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഇടയിൽ എടുക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടല്ലേ. ഇതാകുമ്പം എളുപ്പമുണ്ടല്ലോ. അപ്പോൾ അത് കാരണം അങ്ങനെയെല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ടാട്ടാ മീനൊക്കെ നന്നാക്കാൻ നിന്നിട്ടുള്ളത്. ആദ്യം ഈ എടുക്കണില്ലേ, ഇത് മത്തിയാട്ടാ. ഞാൻ 1 കിലോ മത്തിയ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പക്ഷെ കൊണ്ടുവന്നപ്പോൾ അത് എന്താ പറയുക 1 കിലോൻ്റെ 2 പാക്കറ്റ്സ് ഉണ്ടായിരുന്നു, അതായത് 2 കിലോ മൊത്തത്തിൽ. ഇതിൻ്റെ സ്കെയിൽസ് അവർ റിമൂവ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതിൻ്റെ ഉള്ളിലൊന്നും ക്ലീൻ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി അതൊക്കെ ചെയ്തെടുക്കാനുണ്ട്. എനിക്ക് ശരിക്കും 1 കിലോ ഒക്കെ ധാരാളമായിരുന്നു. പക്ഷെ ഇനിയിപ്പം ഞാൻ ചോദിച്ചിട്ടുണ്ടായി, അപ്പോൾ പറഞ്ഞു മേ ബി അത് പാക്ക് ചെയ്തവർക്ക് വിട്ടുപോയതായിരിക്കുന്നു. അപ്പോൾ പിന്നെ ഞാൻ എപ്പോഴും സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പോൾ ഇത് എന്താ അങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാനത് കീപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഈ കൊണ്ടുവന്ന പാക്കറ്റ് ഒന്ന് പൊട്ടിച്ചതിന് ശേഷം അതിന് മുന്നേ ഇത് നല്ല ഫ്രഷ് ആയിട്ടുള്ള മത്തിയാട്ടാ. അതിൻ്റെ എന്താ പറയുക, അത് നമുക്ക് എടുക്കുമ്പോൾ മനസ്സിലാവില്ലേ, അങ്ങനത്തെ ഐസിലിട്ട് വെച്ച് അങ്ങനത്തെ ഒന്നല്ല എന്ന് തോന്നുന്നുണ്ട് എന്നല്ല, ഐസിൽ നിന്ന് ഇട്ട് വെച്ചതല്ല, നല്ല ഫ്രഷ് ആയിട്ടുള്ള മത്തിയാട്ടാ. ഇതിൻ്റെ ഈ കവർമ്മ അവർ പാക്ക് ചെയ്ത് കൊണ്ടുവന്ന കവർമ്മന്ന് ഒന്ന് പൊട്ടിച്ച് മാറ്റിയതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യുമെന്ന് വെച്ചാൽ ക്ലീൻ ആക്കുന്നല്ല, വെറുതെ ഒന്ന് അതിൻ്റെ ആ ഒരു വേസ്റ്റൊക്കെ പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കും. അതിന് ശേഷം ഇതുപോലെയുള്ള ഞാനിത് ഐക്കിയെന്ന് വാങ്ങിച്ചിട്ടുള്ള കണ്ടെയ്നേഴ്സ് ആട്ടാ. അപ്പോൾ അതിലേക്ക് ഇട്ടിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. അങ്ങനെയാണ് ചെയ്യൽ. പിന്നെ മീനൊക്കെ ചിലരിങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് സ്റ്റോർ ചെയ്യില്ലേ, വെള്ളം ഒഴിച്ചിട്ട് ഫ്രീസറിലേക്ക് വെക്കും. ഞാൻ ചെയ്തിട്ടുണ്ടത്. അതെനിക്ക് തോന്നുന്നു ഒരു മാസമല്ല, അങ്ങനെ ഒത്തിരി നാളത്തേക്കൊക്കെ മീൻ സൂക്ഷിക്കാൻ അങ്ങനെ ചെയ്യേണ്ടി വരാവും. കാര്യം ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഐസൊക്കെ പോക്കിയെടുക്കാനായിട്ട് ഭയങ്കര പാടാട്ടാ. രാവിലെ എടുത്ത് പുറത്ത് വെച്ചാൽ ഉച്ചയൊക്കെ ആകുമ്പോഴും ഐസ് മെൽറ്റായിട്ടുണ്ടാവില്ല. പിന്നെ അത് എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇത് ഒരുപാട് നാളങ്ങനെ സൂക്ഷിക്കാനും ഉള്ളതൊന്നും അല്ലല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ ഇതിലേക്ക് വെള്ളമൊന്നും വെച്ചിട്ടല്ല, ഇങ്ങനെ മീനൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് കവർ ചെയ്ത് അങ്ങനെ സൂക്ഷിക്കും. അങ്ങനെയാട്ടാ ഞാൻ ചെയ്യൽ. പിന്നെ ഇത്തവണ ഞാനിതാ നമ്മുടെ കൂന്തലില്ലേ അത് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇതെന്താ പറയുക, നന്നാക്കിയിട്ടൊന്നുമില്ല, അതങ്ങനെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വലിപ്പമുള്ള കൂന്തലാണ്. അപ്പോൾ ഇതെനിക്ക് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ കൂന്തലിൻ്റെ കൂടെ വെള്ളപ്പം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കൂന്തൽ റോസ്റ്റിൻ്റെ കൂടെ കേട്ടോ. അപ്പോൾ അങ്ങനെ കൂന്തൽ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട്. അതും ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം ഇതുപോലത്തെയുള്ള കണ്ടെയ്നറിലേക്ക് ആക്കിയിട്ട് ഫ്രീസറിലേക്ക് വെക്കും. ഇനിയിപ്പം മെയിനായിട്ടുള്ളത് ഈ നെയ്മീനാണ്. ഇത് ഞാൻ കുറച്ചധികം വാങ്ങിച്ചിട്ടുണ്ട്. ഇത് 3 കിലോയോ 4 കിലോ എന്തോ ഉള്ള ഒരു ഫിഷായിരുന്നു. അതിനെ ഇങ്ങനെ കട്ട് ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഇത്രയധികം എന്തിനാന്ന് വെച്ചാൽ ഇത് ഫിഷിൻ്റെ പിക്കിൾ ഉണ്ടാക്കാനും കൂടെ വേണ്ടിയിട്ടാട്ടാ. എനിക്ക് ഈ നെയ്മീൻ്റെ പിക്കിൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണം ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടിയപ്പോൾ അങ്ങനെ വലുതൊരെണ്ണം വാങ്ങിച്ചു. അതിനെ ഇനി എന്താ പറയുക, മൊത്തത്തിൽ പിക്കിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, വീട്ടിലേക്ക് കറി വെക്കാനും അതുപോലെ തന്നെ ഫ്രൈ ആക്കാനും ഒക്കെ ആവശ്യത്തിനുള്ളത് മാറ്റും. അതിനുശേഷം കുറച്ച് പിക്കിൾ ഉണ്ടാക്കാനും കൂടിയിട്ട്. ഇത് ഞാനിപ്പോൾ ഇതിൻ്റെ തൊലിയില്ലേ അതൊന്ന് റിമൂവ് ചെയ്യാണ്. ഇവിടെ അങ്ങനെ തൊലി കളഞ്ഞിട്ട് തരില്ല. നമുക്ക് പറഞ്ഞാലും അവർ അങ്ങനെ തൊലിയോട് കൂടിയിട്ടാണ് അങ്ങനെ ഏത് സൈസിലുള്ള പീസസ് വേണമെങ്കിലും ആക്കി തരും, പക്ഷേ തൊലി കളഞ്ഞു തരില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തൊലിക്ക് ഒരു കട്ടിപ്പ് കൂടുതലായത് കാരണം നമുക്ക് അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്കതൊരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ ഞാനിതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കാമെന്ന് കരുതിയിട്ടാ. ഇത് അത്ര ഈസി ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസി ഒന്നല്ല, എന്നാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണോ എന്ന് വെച്ചാൽ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഞാനുണ്ടല്ലോ പണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഒരു ആൾ മീൻ കൊണ്ടുവരായിരുന്നു. അപ്പോൾ ആൾ ഇങ്ങനെ മീൻ നന്നാക്കിയിട്ടാണ് വീട്ടിൽ വാങ്ങിക്കൽ. അപ്പോൾ അങ്ങനെ ആൾ മീൻ
നന്നാക്കുമ്പോൾ ഇല്ലേ ഞാനിങ്ങനെ നോക്കി നിൽക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മീൻ നന്നാക്കുന്ന കാണാനായിട്ടിട്ടാ. നിങ്ങൾക്കും ചിലർക്കൊക്കെ അങ്ങനെ ഉണ്ടാവില്ലേ മീൻ നന്നാക്കുന്ന കാണാനായിട്ട് ഇഷ്ടമുള്ളവർ. എനിക്ക് കണ്ടിക്കാൻ മാത്രമല്ല ചെയ്യാനും ഇഷ്ടമാണ്, മീൻ നന്നാക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആളിങ്ങനെ ചെയ്യണത് ഞാൻ കണ്ടിട്ടുണ്ട്. ആളിങ്ങനെ ഒരു ഫില്ലറ്റ് നൈഫ് വെച്ചിട്ട്, എൻ്റെ കയ്യിൽ ഫില്ലറ്റ് നൈഫ് ഉണ്ടായിരുന്നു, അത് എവിടെയോ ആയിപ്പോയി, എടുത്ത് വെച്ചിട്ട് കാണാനില്ല. അതുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഈസിയാണ് കേട്ടോ. നമ്മളിങ്ങനെ തിന്നായിട്ട് ഉള്ള നൈഫായത് കാരണം തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും അതിൻ്റെ സ്കിന്നൊക്കെ. അപ്പോൾ എന്താ പറയുക, അങ്ങനെ ആൾ ചെയ്യണത് നോക്കി നിന്ന് ഞാൻ പഠിച്ചതാട്ടാ ഇതിൻ്റെ തൊലി ഇങ്ങനെ കളയണത്. ഈസി ആയിട്ട് എനിക്ക് കുഴപ്പമില്ല, എനിക്കങ്ങനെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല അതിൻ്റെ ഇത് കളയാനായിട്ട്. പക്ഷേ ഞാൻ ഈ ചെയ്യുന്ന ചെയ്യുന്ന പോലൊന്നും അല്ല കേട്ടോ ആൾ ചെയ്യുക. മീൻ കൊണ്ടുവരുന്ന ആൾ ചെയ്യുക. ആൾ നല്ല ക്ലിയർ ആയിട്ട് എന്താ പറയുക, മീനിൻ്റെ ഫ്ലഷ് ഒട്ടും തൊലിയുമുണ്ടാവില്ല, അതുപോലെ തന്നെ ക്ലീൻ ആക്കിയിട്ടാണ് ആൾ അതിൻ്റെ തൊലി ഊരിയെടുക്കുക. ഞാൻ അത്രയ്ക്കൊന്നും പെർഫെക്റ്റ് ആയിട്ടല്ലെങ്കിലും കുഴപ്പമില്ലാത്ത ഇതിൽ ഞാൻ ചെയ്തെടുക്കലുണ്ട്. അപ്പോൾ ദാ അങ്ങനെ എല്ലാത്തിൻ്റെയും തൊലിയൊക്കെ ഒന്ന് എടുത്ത് മാറ്റുകയാണ്. ഇതിൽ കൂടുതലും ഞാൻ അച്ചാറുണ്ടാക്കാനായിട്ട് എടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത്രയധികം വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ കുറച്ച് ഫ്രൈ ആക്കാനും കറി ആക്കാനും വേണ്ടിയിട്ടുള്ള അങ്ങനെയുള്ള പീസുകളാക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ അന്നങ്ങനെ ആ മീൻ കൊണ്ടുവരുന്ന ചേട്ടൻ മീൻ നന്നാക്കണയൊക്കെ നോക്കി നിന്നത് കാരണം ഇന്ന് എനിക്കിപ്പോൾ ഇതൊക്കെ ഈസി ആയിട്ട്, അന്നൊന്നും എനിക്കിതൊന്നും ട്രൈ ചെയ്ത് നോക്കാനുള്ള അവസരമൊന്നും കിട്ടിയിട്ടൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ എന്താ പറയുക, അവസരങ്ങളൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെയുള്ള ഇത് മൈൻഡിലുണ്ടല്ലോ പണ്ട് കണ്ടിട്ടുള്ളതൊക്കെ. പിന്നെ എനിക്ക് ചെയ്യാനും ഇഷ്ടമാണ് ഇങ്ങനത്തെ കാര്യമൊക്കെ. അപ്പം അങ്ങനെ ഇപ്പം ഇതൊക്കെ ഒന്ന് ചെയ്യണതാട്ടാ, ചെയ്യാൻ ചാൻസ് കിട്ടിയപ്പോൾ ചെയ്യണു. പിന്നെ വേറൊരു കാര്യം എന്താ അറിയോ, ഞാൻ മീനൊക്കെ എടുക്കുമ്പോൾ വീഡിയോയിൽ എപ്പോഴും ഗ്ലൗ ഇട്ടിട്ടാണ് എടുക്കൽ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക അല്ലേ. ഞാൻ വീഡിയോയിലാണെങ്കിലും അല്ലെങ്കിലും ഗ്ലൗ ഇട്ടിട്ടാണ് നോൺ വെജൊക്കെ എടുക്കാറ് കേട്ടോ. അതായത് ഫിഷ് ആയാലും മീറ്റ് ആയാലും അങ്ങനെയാണ് എടുക്കാറ്. ഞാനത് കംഫർട്ടബിൾ, അതുകൊണ്ട് അങ്ങനെ ചെയ്യണത്. ഡിസ്പോസിബിൾ ഗ്ലൗസ് ആട്ടോ ഞാൻ യൂസ് ചെയ്യുക. ഇത് ഇപ്പോൾ എടുത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിത് കളയും. മറ്റേ അല്ലാത്ത ഗ്ലൗസ് ഇല്ലേ, അതെടുക്കുമ്പോൾ നമ്മളിങ്ങനെ ഇതൊക്കെ എടുത്തതിന് ശേഷം കഴുകി നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചാലും അതിലൊരു പൊട്ടമണം ഉണ്ടാവും. അത് കാരണമാണ് ഞാനിങ്ങനെ ഒരു വട്ടം യൂസ് ചെയ്തിട്ട് കളയുന്ന ടൈപ്പിലുള്ള ഗ്ലൗ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്നല്ല ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, ഞാനിങ്ങനെ ഗ്ലൗ ഇട്ടിട്ട് ഇതെടുക്കണം കണ്ടിട്ട് മുമ്പ് ഒരു മീനിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. മീൻ എങ്ങനെയാണ് സൂക്ഷിക്കുക എന്നൊക്കെ പറ്റൊരു വീഡിയോ കുറച്ചായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയുടെ അടിയിൽ ഒരു നെഗറ്റീവ് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. എന്താണ്, മീൻ എടുക്കുമ്പോൾ ഇങ്ങനെ ഗ്ലൗ ഇട്ടിട്ട് എടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ കഴിക്കാൻ കുഴപ്പമൊന്നും ഇല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് കുറച്ച്, ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഇത്ര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കമൻ്റ് അല്ല അത്, കുറച്ച് റൂഡായിട്ട്, അതായത് കളിയാക്കിയിട്ടൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള ഒരു കമൻ്റ് ഇട്ടാ. അപ്പോൾ അതെന്താ വെച്ചാൽ, ഞാനിതാണ് കംഫർട്ടബിൾ, ഇങ്ങനെ ഗ്ലൗ വെച്ചിട്ട് എടുക്കാനാണ്. എനിക്ക് മീൻ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലേ, ഗ്ലൗ ഇട്ടിട്ട് മീൻ എടുക്കാനാണോ പ്രശ്നം, അല്ല എന്താ ഗ്ലൗ ഇടാണ്ട് മീൻ എടുക്കാനാണോ പ്രശ്നം എന്നൊക്കെ ചോദിച്ചിട്ടുള്ള കമൻറ്റ്. അത് എന്താ എനിക്കറിയില്ല, എനിക്ക് മീൻ കഴിക്കാനൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ഞാനിങ്ങനെയാണ് ചെയ്യൽ. ഗ്ലൗ വെച്ചിട്ടാണ് ഞാൻ നോൺ വെജ് ഐറ്റംസൊക്കെ എടുക്കൽ. അതങ്ങനെ ഒരു ശീലമായി പോയത്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഞാൻ ഈ ഒരു രീതിയിലാണ് ഞാൻ കംഫർട്ടബിൾ, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നതാണ്. പിന്നെ നെഗറ്റീവ് കമൻറ്റ്സൊക്കെ ഇതുപോലെയൊക്കെ വരും കേട്ടോ എൻ്റെ വീഡിയോസിൻ്റെ. അതൊന്നും നിങ്ങൾ അധികവും കണ്ടിട്ടുണ്ടാവില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനത് ഡിലീറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ എനിക്ക് കമൻറ്റ് വരുമ്പോൾ എനിക്ക് നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിൽ പെട്ടെന്ന് കാണുമല്ലോ. അപ്പം വീഡിയോ ഇട്ടിട്ട് ആദ്യത്തെ ഒരു ദിവസമൊക്കെ ആണെങ്കിൽ ഞാൻ കമൻറ്റ്സ് പെട്ടെന്ന് കാണുമല്ലോ. അപ്പം ആ സമയത്ത് ഇങ്ങനത്തെ നെഗറ്റീവ് കമൻറ്റുകൾ ഞാൻ റിമൂവ് ചെയ്യണതാണ്, ഞാൻ ഡിലീറ്റ് ചെയ്യണതാണ്. അത് അല്ലാണ്ട് നെഗറ്റീവ് കമൻറ്റ്സ് വരാഞ്ഞിട്ടൊന്നല്ല കേട്ടോ, കുറേയൊക്കെ വരും. നല്ല നല്ല കമൻസാണ് കൂടുതൽ വരൽ, അതായത് കമൻസ് ഇടുന്നവർ കൂടുതലും. പിന്നെ നെഗറ്റീവും വരലുണ്ട്, അത് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഒക്കെ വിചാരിക്കും അങ്ങനെ ഡിലീറ്റ് ഒന്നും ചെയ്യണ്ട, അത് അവിടെ കിടന്നോട്ടെ എന്ന് വിചാരിക്കും. പിന്നെ എനിക്ക് തന്നെ അത് കാണുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ലല്ലോ. എന്തായാലും ആ കമൻറ്റ് പറയുന്നത് നമുക്ക് എന്താ പറയുക, ഒന്നില്ല, നമുക്ക് അത് കാണുമ്പോൾ ഒരു
വിഷമമല്ല, ഒരു നെഗറ്റീവ് ഫീൽ അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളത് അവിടെ കിടക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ ഡിലീറ്റ് ചെയ്യണതാണ്. സാധാരണ എനിക്ക് തോന്നുന്നു ചിലരൊന്നും അങ്ങനെ ഡിലീറ്റ് ഒന്നും ചെയ്യില്ല, അങ്ങനെ അവിടെ ഇട്ടിട്ടുണ്ടാവും യൂട്യൂബേഴ്സൊക്കെ. പക്ഷെ ഞാൻ ഡിലീറ്റ് ചെയ്യലുണ്ട്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് പറഞ്ഞതാട്ടാ. ഗ്ലൗവിൻ്റെ കാര്യം പറഞ്ഞു തന്നപ്പോൾ ഇത്രയൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതിനിടയ്ക്ക് സംസാരിക്കണതിനിടയ്ക്ക് തന്നെ ഞാൻ മീനൊക്കെ ആവശ്യത്തിലുള്ള പാകത്തിലുള്ള സൈസാക്കിയിട്ട് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ആ ഒരു കുഞ്ഞു കുഞ്ഞു പീസസാക്കി കട്ട് ചെയ്യണില്ലേ, അത് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നല്ലോണം മുറിച്ചിട്ട് വേണമല്ലോ വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചെറിയ പീസുകളായിട്ട് അത് മുറിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. അതാ അതിൻ്റെ സ്കിന്നൊക്കെ ഞാനിങ്ങനെ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഫ്ലഷ് ഒന്നും പോവാത്ത തരത്തിൽ തന്നെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഫിഷ് പിക്കിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കാമെന്ന് കരുതിയിട്ട്. ഇനിയിപ്പോൾ ബാക്കിയുള്ള മീനുകളൊക്കെ എടുത്ത് ഞാൻ ഫ്രിഡ്ജിലേക്ക് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മീനൊന്ന് റെഡിയാക്കി എടുക്കുകയാണ്. കുഞ്ഞ് പീസസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് കുഞ്ഞിതല്ല, പാകത്തിനുള്ള. ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇത്ര മാത്രം ചേർത്തിട്ടാണ് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കുക. ചിലരെല്ലാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ചേർത്തിട്ട് ചെയ്യണ കണ്ടിട്ടുണ്ട് ഞാൻ. പക്ഷെ ഞാനങ്ങനെ ചെയ്യലില്ല. ഞാൻ ഇതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രയും മാത്രം ചേർത്തിട്ട് ഒരു 10-15 മിനിറ്റ് എല്ലാം വെക്കും. അതിനുശേഷം ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കും. അങ്ങനെയാട്ടാ ചെയ്യൽ. പിന്നെ ഞാൻ മറന്നുപോയി, ഇതിലേക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടിയിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അച്ചാറിലേക്ക് വേണ്ടുന്ന വേപ്പിലയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി ഞാൻ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂട്ടിയിട്ടൊന്ന് റെഡിയാക്കി വെക്കുകയാണ്. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ അത്യാവശ്യം നല്ലോണം ചേർക്കൂട്ടാ. കുറച്ച് കൂടുതൽ ചേർക്കുക വെളുത്തുള്ളിയാണ്. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ നീളത്തിൽ ആണ് ഞാൻ അരിഞ്ഞിട്ട് ചേർക്കുക. ചിലരെല്ലാം ചോപ്പ് ചെയ്ത് ചേർക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞാനിങ്ങനെ നീളത്തിലാട്ടോ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. അതായത് ഇഞ്ചിയും വെളുത്തുള്ളിയും നീളത്തിലും പച്ചമുളക് വട്ടത്തിലും അരിഞ്ഞിട്ട് അങ്ങനെയാണ് ചേർക്കുക. ഇതിപ്പോൾ പാൻ ചൂടായി വന്നപ്പോഴേക്ക് അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മീൻ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാനുണ്ട്. പിന്നെ ഒരുപാട് കുത്തി നിറച്ചിടാൻ പാടില്ല കേട്ടോ. ഞാനിപ്പോൾ 2 തവണയായിട്ടാട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഈ ഒരു പാത്രത്തിൽ എല്ലാം കൂടി ഒരുമിച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ നന്നായിട്ട് നല്ലോണം ഫ്രൈ ആയതിനു ശേഷം അത് ഈ ഒരു ഓയിലിൽ നിന്ന് കോരി മാറ്റുകയാണ്. ഇത് നല്ലോണം ഫ്രൈ ആവണം കേട്ടോ, ഇല്ലെങ്കിൽ അത് അച്ചാർ ഇരിക്കുമ്പോൾ പൂത്ത് പോകുന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എനിക്കങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല, പൂത്തൊന്നും പോയിട്ടില്ല. കാര്യം ഇങ്ങനെ കേട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ എപ്പോഴും നല്ലോണം ഡീപ്പ് ഫ്രൈ ചെയ്ത് തന്നെ എടുക്കും. ഇനി ഇത്ര കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് എങ്ങാനും പൂത്ത് പോയാലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ ഇതാ മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ ഞാനിതൊന്ന് കോരി മാറ്റിയിട്ടുണ്ട്. പിന്നെ ആ ഒരു സെയിം ഓയിലേക്ക് തന്നെ കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഇത് ഓയിൽ ഇപ്പോൾ ഒരുപാടുണ്ടെങ്കിൽ എനിക്ക് കോരി മാറ്റാം, എനിക്ക് അത്രയ്ക്കൊന്നും ഇല്ല കേട്ടോ, ഇത് ആവശ്യത്തിനുള്ളതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഓയിൽ തന്നെ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ആദ്യം ഇഞ്ചി ഇട്ടതിന് ശേഷം ഒന്ന് എന്താ പറയുക 1 മിനിറ്റ് എല്ലാം ഒന്ന് ഫ്രൈ ആക്കിയതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളിയും കൂടിയിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും അതിലേക്ക് വേപ്പിലയും പച്ചമുളകും കൂടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇങ്ങനെ കരിഞ്ഞ് പോണ ബ്രൗൺ കളർ അങ്ങനെയൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് അങ്ങനെ എടുക്കുക കേട്ടോ.
പിന്നെ ഇതൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോഴേക്ക് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയാണ്. ഞാൻ മുളക് പൊടി രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് അച്ചാറിലേക്ക് ചേർത്തിട്ടുള്ളത്. അതായത് കാശ്മീരി മുളകും ചേർത്തിട്ടുണ്ട്, സാധാരണ എരിവുള്ള മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടിയും. ഇത്രയും കൂടി ഇട്ടിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഇതൊന്ന് ഇളക്കിയെടുക്കേണ്ടത്, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും. അങ്ങനെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചെയ്യണമെന്നൊന്നും ഇല്ല കേട്ടോ. എനിക്ക് ചിലപ്പോൾ എങ്ങാനും ഞാൻ ഈ ഷൂട്ടൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുന്ന കാരണം ചിലപ്പോൾ ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് മാറിയാൽ കരിഞ്ഞു പോയാലോ എന്ന് വെച്ചിട്ടാ. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഉലുവേൻ്റെ പൊടിയും കായത്തിൻ്റെ പൊടിയാട്ടാ. ഞാൻ ഇങ്ങനെയാണ് അച്ചാർ ഉണ്ടാക്കൽ. ചിലരെല്ലാം ഈ കായവും ഒന്നും ചേർക്കാണ്ട് ഉണ്ടാക്കണം ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ചേർക്കലുണ്ട് അച്ചാർ ഉണ്ടാക്കുമ്പോൾ. എനിക്ക് ഫിഷ് പിക്കിൾ ഭയങ്കര ഇഷ്ടമാണ്, ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എന്താ പറയുക, കുറേ റെസിപ്പീസ് ട്രൈ ചെയ്തതിന് ശേഷം അവസാനം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റെസിപ്പി ഇതാട്ടാ. അത് കാരണം ഇത് തന്നെ ഇപ്പോൾ സ്ഥിരമായിട്ട് ചെയ്യൽ. അച്ചാർ ഉണ്ടാക്കുമ്പോഴെല്ലാം, മീനിൻ്റെ അച്ചാർ ഉണ്ടാക്കുമ്പോഴെല്ലാം ഈ ഒരു റെസിപ്പി തന്നെ ഞാൻ ഫോളോ ചെയ്യൽ. ഈ മീനിൻ്റെ അച്ചാർ കടയിൽ നിന്ന് ഞാൻ വാങ്ങിച്ച് നോക്കിയിട്ടുണ്ട്, എനിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. എന്താ അറിയില്ല, കുത്ത് ഭയങ്കര കൂടുതലാണ് അതിന്, ആ ഒരു മീനിൻ്റെ ഒരു കുത്തില്ലേ അത് ഭയങ്കര കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് കാരണം തന്നെ എനിക്ക് എന്തോ അതത്ര ഇഷ്ടമല്ല. പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് അല്ല വരിക, നല്ലൊരു ടേസ്റ്റാണ് വരിക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീട്ടിലുണ്ടാക്കിയിട്ടുള്ള മീനച്ചാർ കഴിക്കാനായിട്ട്. പക്ഷേ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ എനിക്കത് തീരെ പറ്റില്ല. അങ്ങനെ ജസ്റ്റ് ഓർത്തപ്പോൾ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത് അച്ചാറിൽ നമ്മൾ എന്താ പറയുക, പൊടിയൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോഴേക്ക് വറുത്ത് വെച്ചിട്ടുള്ള ഫിഷും കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഉപ്പ് കുറച്ച് കുറവായിരുന്നു, അപ്പം ഞാൻ കുറച്ച് ഉപ്പും കൂടിയിട്ട് ഇതിലേക്ക് വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അവസാനം ഇതിലേക്ക് വിനീഗറും കൂടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് ഇങ്ങനെ ലൂസായിട്ടുള്ള ഒരു പിക്കിൾ എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് മീനിൻ്റെ അച്ചാർ എപ്പോഴും ഇങ്ങനെ ഡ്രൈ ആയിട്ടുള്ളതാണ് കൂടുതൽ ഇഷ്ടം. അത് കാരണം കുറച്ച് ആവശ്യത്തിനുള്ള വിനീഗറും കൂടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ടാണ് വേണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ചേർത്ത് കൊടുക്കണില്ല, നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഡ്രൈ ആയിട്ടുള്ള പിക്കിളാണ് ഇഷ്ടം. ഇത് ഇപ്പോൾ ഇരിക്കുമ്പോൾ ഒന്നും കൂടി ഡ്രൈ ആയിട്ട് വരും. ഇനിയിപ്പോൾ ഇത് തണുത്തതിന് ശേഷം കുപ്പിയിലേക്ക് ആക്കി വെക്കും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിലുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റിൽ പറയണം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ആഴ്ച വീണ്ടും വരാം. താങ്ക് യു, ബൈ.